തുറക്കാൻ പറ്റില്ല. പക്ഷെ എന്നെ ഞെട്ടിക്കുന്ന വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ, ജസ്റ്റ് ഒരു 10 ദിവസം മുന്നേ നോമ്പിന്റെ ഇനീഷ്യൽ ടൈമില് ഒരു ചേച്ചിയുടെ, അവർക്ക് ഒരു ഹിന്ദു ഫാമിലിയിലുള്ള ഒരു ചേച്ചിയാണ്, അവര് ഒരു വീഡിയോ ചെയ്തു. അവരുടെ ലൈഫിലെ ഫസ്റ്റ് നോമ്പാന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടു. ഭയങ്കര പോസിറ്റീവ് വൈബുള്ള ഒരു വീഡിയോ കേട്ടോ. അതിന്റെ കമന്റ്സും നോക്കുമ്പോൾ ഇതായിരിക്കണം നമ്മുടെ കേരളം എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള പോസിറ്റീവ് കമന്റ്സ് ആണ് എല്ലാവരും. ഒരു നെഗറ്റീവ് പോലും ഞാൻ കണ്ടില്ല. പക്ഷെ ഒരു 10 ദിവസത്തിന് ഇപ്പുറം ഞാനൊരു പൊങ്കാല ഇട്ടപ്പോ എന്തിനാണ് ഇത്രയും നെഗറ്റിവിറ്റി? ഒരാളെ കുത്തി നോവിക്കാനോ മോഷ്ടിക്കാനോ സുഹൃത്തുക്കളെ, ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളെ പേര് റനീഷ എന്നാണ്. പേരെന്താ? റഹിമാൻ റനീഷ എന്നാണ് ഇവരുടെ പേര് ഉദ്ദേശിക്കുന്ന പോലെ തന്നെ ആളൊരു മുസ്ലിം മതവിശ്വാസിയാണ്. ഇവർ ചെയ്ത ഒരു മഹാ അപരാധം എന്ന് ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നമ്മുടെ കേരളം സംസാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവർ പൊങ്കാലയ്ക്ക് പോയി. ഇത് നോമ്പ് മാസമാണ്. മുസ്ലിം മതവിശ്വാസികൾക്ക് നോമ്പ് മാസമാണ്. നോമ്പ് മാസത്തിൽ ഒരിക്കലും ഒരു മുസ്ലിം മതവിശ്വാസി ചെയ്യാൻ പാടില്ലാത്ത ഒന്നൊക്കെ തന്നെയാണ് ഇവർ ചെയ്തത് എന്ന് വേണമെങ്കിൽ ഇസ്ലാമിന്റെ നിയമപക്ഷത്ത് നിന്ന് നമുക്ക് സംസാരിക്കാം. പക്ഷെ ഇവർ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ഹിന്ദു മതത്തിൽപ്പെട്ട ഒരു സ്ത്രീ നോമ്പ് അനുഷ്ഠിച്ചു, ഇസ്ലാം മതത്തിലെ നോമ്പ് അനുഷ്ഠിച്ചു. അത് ഗംഭീരമായിട്ട് വൈറലായി. അതായത് ഇസ്ലാമികൾക്ക് അവരുടെ മതത്തിലല്ലാത്ത വേറെ ആരെങ്കിലും എന്തെങ്കിലും, അതായത് ഹിന്ദു മതത്തിൽപ്പെട്ട ഒരാള് അവരുടെ മതത്തിൽ, ഇസ്ലാം മതത്തിൽ പെടുന്ന വല്ല ആചാരങ്ങളും ഫോളോ ചെയ്തു കഴിഞ്ഞാൽ അത് ഹായ് 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 കൈയടിക്കാം. എന്നാൽ ഇസ്ലാം മതത്തിലെ ഏതെങ്കിലും ഒരു സ്ത്രീയോ പുരുഷനോ ഹിന്ദു മതത്തിലെയോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ മതത്തിലെയോ ആചാരങ്ങളോ മറ്റൊന്നും ഫോളോ ചെയ്താൽ അത് വലിയ പ്രശ്നമായി എന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു വലിയ വ്യത്യാസം ഇസ്ലാം മതവും ഒപ്പം തന്നെ നമ്മുടെ ഹിന്ദു മതവും തമ്മിലൊക്കെ ഉണ്ട്. നോക്കൂ, ഇസ്ലാം മതം ആയിക്കോട്ടെ ക്രിസ്ത്യൻ മതം ആയിക്കോട്ടെ, ഇത് ഒരു സെമറ്റിക് മതമാണ്. ഏകദൈവ വിശ്വാസമായിട്ട് പോകുന്ന ആളുകളാണ്. ചെറുപ്പം മുതൽ കൃത്യമായിട്ടും അവരുടേതായിട്ടുള്ള വേദഗ്രന്ഥങ്ങളും മറ്റും പഠിച്ച് ഇത് മാത്രമാണ് ഫോളോ ചെയ്യേണ്ടത്, അള്ളാഹു മാത്രമാണ് ദൈവം എന്നൊക്കെ വിശ്വസിച്ച് പോകുന്ന ആളുകളാണ് അവർ. അതിനപ്പുറത്തേക്കുള്ള ഒരു പോക്കൊന്നും അവർ ഒരിക്കലും അംഗീകരിക്കുന്നില്ല എന്നതാണ്. എന്നാൽ ഹിന്ദു മതത്തിൽപ്പെട്ട ആളുകളൊക്കെ, ഹിന്ദു എന്ന് പറയുന്നത് ഒരു മതമല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. ഇതൊരു മതമല്ല, ഇതൊരു ചില നിയമങ്ങളുടെയും മറ്റൊക്കെ ഒരു ഫോളോ മാത്രമാണ്, ഒരു ജീവിത രീതി മാത്രമാണ്. ഹിന്ദു എന്ന് പറയുന്ന പേര് തന്നെ നമുക്ക് വരുന്നത് സൈന്ധവരായിട്ടുള്ള, അതായത് സിന്ധു നദീതട സംസ്കാരത്തിന്റെ ഭാഗമായിട്ടാണ് നമുക്കതൊക്കെ വരുന്നത്. ഈ സിന്ധു നദീതട സംസ്കാരം എന്ന് വരുന്നു വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 15ാം നൂറ്റാണ്ടിലേക്ക് അങ്ങോട്ട് നമ്മൾ പോകേണ്ടി വരും. ആ ഒരു കാലഘട്ടത്തിലാണ് ലോകത്തെ എല്ലായിടത്തും സംസ്കാരങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അത് മെസപ്പൊട്ടോമിയ ആയാലും നമ്മുടെ സിന്ധു നദീതട സംസ്കാരമായാലും ഒക്കെ, ഇനിയിപ്പോൾ ഹാരപ്പ ആയാലും മൊഹൻജേദാരായാലും ഈ സംസ്കാരങ്ങളൊക്കെ ഉണ്ടാവുന്നത് ആ ഒരു കാലഘട്ടത്തിലാണ്. എന്തുകൊണ്ട് അപ്പം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിലാണ് ഈ അലഞ്ഞു തിരിഞ്ഞ് നൊമാഡുകളെ പോലെ നടന്നിരുന്ന നമ്മൾ ഒരു പ്രത്യേക പ്രദേശത്തൊക്കെ താമസിച്ചിട്ട് മുന്നോട്ട് പോകാനൊക്കെ തുടങ്ങിയത്. അങ്ങനെ ഒരു പ്രത്യേക പ്രദേശത്ത് താമസിച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമുക്ക് ഫാമിലി സെറ്റപ്പ് ഉണ്ടായി, കൃഷി തുടങ്ങേണ്ട ആവശ്യം വന്നു. ഭക്ഷണത്തിന് വേണ്ടി ചില ആളുകളൊക്കെ പുറത്തു പോകണം, ചില ആളുകൾ മറ്റുള്ളവരെ കുഞ്ഞുങ്ങളെയും വൃദ്ധരെയും നോക്കാൻ വേണ്ടിയിട്ട് വീട്ടിലിരിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുന്ന അവസ്ഥയൊക്കെ വന്നു. മറ്റതൊന്നും ഉണ്ടാകുന്നില്ല. ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കായിരുന്നു. വഴിയരികിൽ ആരെങ്കിലുമൊക്കെ മരിച്ചു വീണു, ആരെങ്കിലുമൊക്കെ സർവൈവ് ചെയ്തു. പിന്നീട് ഇങ്ങനെ ഇതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് സംസ്കാരവും മറ്റുമൊക്കെ ഇങ്ങനെ മെല്ലെ 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 ഉരുത്തിരിഞ്ഞു വരുന്നത്. സംഗതിയോടെ കിടക്കട്ടെ, ഹിന്ദു മതത്തിന് പച്ച മലത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത് തന്നെ വിശ്വസിക്കാൻ പാടൂ, ഇന്ന ആളെ മാത്രം വിശ്വസിക്കാൻ പാടൂ, കൃഷ്ണനെ മാത്രം വിശ്വസിക്കാൻ പാടൂ, വിഷ്ണുവിനെ മാത്രം വിശ്വസിക്കാൻ പാടൂ, ശിവനെ മാത്രം വിശ്വസിക്കാൻ പാടൂ, അങ്ങനെയൊന്നുമില്ല. അവർക്ക് ആരെ വേണമെങ്കിലും വിശ്വസിക്കാം. ഇത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളേ ഇല്ല എന്നുള്ളതാണ് ഹിന്ദു മതത്തിൽപ്പെട്ട ആളുകൾക്ക്. പക്ഷെ അള്ളാഹുവിനെ വിശ്വസിക്കാം, വിശ്വസിച്ചോട്ടെ, അവരാരും ജോയിൻ ചെയ്യാൻ പോകുന്നില്ല. കൃത്യമായിട്ട് ഇങ്ങനെ തന്നെ പോകാൻ പാടുള്ളൂ എന്ന് പറയുന്ന നിയമങ്ങളൊന്നും, ഒരു സെമറ്റിക് മതത്തെ പോലുള്ള നിയമങ്ങളൊന്നും ഹിന്ദു മതത്തിന് ഇല്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഹിന്ദു മതത്തിൽപ്പെട്ട ഒരാള് ഒരു നോമ്പെടുക്കുകയോ ക്രിസ്ത്യൻ മതത്തിന്റെ ഭാഗമായിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രോഗ്രാം നടത്തുകയോ മറ്റു ചെയ്തു കഴിഞ്ഞാൽ അതൊരു പ്രശ്നമേ അല്ല എന്നുള്ളതാണ്. എന്നാൽ അതേസമയം തന്നെ സെമറ്റിക് മതത്തിൽപ്പെട്ട ആളുകൾ അവരെ മത ശാസനകൾക്ക് അപ്പുറത്തേക്കുള്ള എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതൊരു പ്രശ്നമായിട്ടൊക്കെ എടുക്കാറുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ഇവർ പറയുന്നൊരു തെറ്റെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹിന്ദുമതത്തിൽപ്പെട്ട ഒരാൾ നോമ്പെടുത്ത് കഴിഞ്ഞപ്പോൾ കൈയടിച്ചല്ലോ, ഞാൻ പൊങ്കാലയിട്ടപ്പോൾ എന്താ കൈയടിക്കാത്ത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താങ്കൾ ഫോളോ ചെയ്യുന്ന മതരീതിക്ക് ഇങ്ങനത്തെ ഒരു വിഷയമുണ്ട് എന്നുള്ളതാണ്.
ബാക്കി കേൾക്കാം. എന്തിനാണ് ഇത് 2026 ആൾക്കാർ പല വിധത്തിലായിരിക്കും, പല വിധത്തിലുള്ള ഐഡിയോളജി ആയിരിക്കും, വിശ്വാസമായിരിക്കും. മറ്റുള്ള സംസ്കാരങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നത് തെറ്റാണെന്ന് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. എന്റെ വീട്ടുകാർ അങ്ങനെ പറഞ്ഞിട്ടില്ല. എല്ലാരെയും റെസ്പെക്ട് ചെയ്യണം, എല്ലാരെയും സ്നേഹിക്കണം. വളരെയധികം കൃത്യമായിട്ടുള്ള പോയിന്റ് ആണ് റിനീഷ് എന്ന് പറയുന്നത്. അവർ പറയുന്നത്, ഞാൻ മറ്റു മതവിശ്വാസികളെ റെസ്പെക്ട് ചെയ്ത എന്താ പ്രശ്നം? എന്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഇവർ ചെയ്തതിൽ നല്ല കാര്യം എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. അങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ, അവർക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്യട്ടെ. പക്ഷേ ഏറ്റവും വലിയ വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ ഹിന്ദുമതത്തെ പോലെ എല്ലാ മറ്റു മതങ്ങളെന്ന് മനസ്സിലാക്കുക. അവർക്ക് കൃത്യമായിട്ടുള്ള നിയമ സംഹിതയും മറ്റൊക്കെ ഉണ്ട്. അത് തന്നെയാണ് അവർ ചെറുപ്പം മുതൽ പഠിച്ചു വരുന്നത്. അതിൽ ഭയപ്പെട്ടിട്ട്, മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ ഭയപ്പെട്ടിട്ട് ഒക്കെ ജീവിക്കുന്ന ഒരു ടീമാണ്. അതുകൊണ്ട് തന്നെ അവരിൽ നിന്ന് അത്തരത്തിൽ താങ്കൾ അങ്ങനെ ചെയ്യുമ്പോൾ അത്തരത്തിലൊരു പോസിറ്റീവായിട്ടുള്ള ഒരു മറുപടി കിട്ടണമെന്നില്ല. എന്നാൽ വളരെ ലിബറൽ ആയിട്ടുള്ള ആളുകളുണ്ട്. നിങ്ങൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കൈയടിക്കുന്ന ആളുകളൊക്കെ ഇസ്ലാമിൽ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമൊന്നുമില്ല. അങ്ങനെ ചെയ്യാൻ അവർക്ക് തോന്നിയെങ്കിൽ ചെയ്യട്ടെ. അത് അങ്ങനെ ചെയ്തു വെച്ചിട്ട് വളരെ പെട്ടെന്ന് നശിച്ചു പോകുന്ന ഒരു മതമൊന്നുമല്ല ഇസ്ലാം മതം എന്ന് വിശ്വസിക്കുന്ന ആളുകളും ഉണ്ട്. ഇനി ഇതിനൊക്കെ കാരണമായിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഇഷ്യൂ എന്ന് പറയുന്നത്. നോമ്പ് തുറന്ന് ധൃതിയിൽ ബാഗ് പാക്ക് ചെയ്യുന്നത് ട്രിവാൻഡ്രത്തിലെ ഏറ്റവും വലിയ ഉത്സവമായ ആറ്റുകാൽ പൊങ്കാല കൂടാനാണ് കേട്ടോ. നോക്കൂ, നോമ്പെന്ന് പറഞ്ഞിട്ട് ഇവര് നോമ്പ് മുറിക്കുന്ന രംഗം, നോമ്പ് എടുക്കുന്ന രംഗം കാണിക്കുന്നുണ്ട്. ആ നോമ്പ് എടുക്കുന്ന രംഗത്തിൽ ഇവർ വളരെ വൃത്തിയായിട്ട് തട്ടമൊക്കെ ഇട്ടിട്ടാണ് അത് ചെയ്യുന്നത്. തൊട്ടടുത്ത നിമിഷത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് തട്ടും ഇല്ല, ഒരു കുന്തും ഇല്ല, ഒരു തേങ്ങയില്ല, പിന്നെ തൊപ്പി കാണാനുണ്ട്, ഒരു പാൻറ് കാണാനുണ്ട്. ഇസ്ലാമികമായിട്ടുള്ള വസ്ത്രധാരണയും മറ്റൊന്നും ഇവർ ഫോളോ ചെയ്യുന്നില്ല. ഇതൊക്കെ സ്വാഭാവികമായിട്ടും ആ മതത്തിൽപ്പെട്ട ആളുകൾക്ക് പെട്ടെന്നൊന്നും ഇഷ്ടമാവാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. വർഷമായിട്ട് ഞാൻ ഷൂട്ടിന് വേണ്ടി ട്രിവാൻഡ്രം വന്നു പോകുന്നുണ്ടെങ്കിലും ഒരിക്കൽ പോലും പൊങ്കാല സമയത്ത് ട്രിവാൻഡ്രം നിൽക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. ഒരുപക്ഷെ ഇത്തവണ വരാനായിരിക്കണം നിമിത്തം. സ്ത്രീകളുടെ ശബരിമല കണ്ടില്ലേ? ഇത് കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. നോമ്പ് തുറന്ന് ധൃതിയിൽ ബാഗ് പാക്ക് ചെയ്യുന്നത് ട്രിവാൻഡ്രം കണ്ടില്ലേ? കൃത്യമായിട്ടും ഇവര് നോമ്പ് തുറക്കുന്ന സമയത്ത് തട്ടമൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ഇതിന് മാറിയ സമയത്ത് ഇവര് തട്ടമൊക്കെ പോയി എന്നുള്ളതാണ്. കണ്ടില്ലേ? ഒരുപക്ഷെ ഇത്തവണ വരാനായിരിക്കണം നിമിത്തം. സ്ത്രീകളുടെ ശബരിമല എന്നാണ് ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിന്റെ മറ്റൊരു പേര്. ലോകത്തിലെ ഏറ്റവും അധികം സ്ത്രീകൾ ഒത്തുചേരുന്ന ഒരു ഉത്സവം. ഇവര് അപ്പൊ നേരിട്ടിട്ട് ഹിന്ദുമതത്തിന്റെയും അല്ലെങ്കിൽ എല്ലാ സ്ത്രീകൾക്കും ചെയ്യാൻ കഴിയുന്ന ആ പൊങ്കലാക്കി ഇവർ പങ്കെടുക്കുന്ന സമയത്ത് ഇവർക്ക് തട്ടമില്ല. ഇവര് ലിപ്സ്റ്റിക് ധരിക്കുന്നുണ്ട്, ഇവര് കമ്മലുകൾ ധരിക്കുന്നുണ്ട്. തട്ടമിട്ടാതെ ഔറത്ത് പുറത്ത് കാണിക്കാന്ന് പറയും. മുടിയൊന്നും പുറത്ത് കാണിക്കാൻ പാടില്ല ഈ സമയത്ത് എന്നാണ് ഇസ്ലാം മതത്തിന്റെ ഒരു കൃത്യമായ ചട്ടക്കൂടുകൾ. അതൊന്നും ഇവർ ഫോളോ ചെയ്യുന്നില്ല. സ്വാഭാവികമായിട്ടും അത്തരത്തിൽപ്പെട്ട ആളുകൾക്കൊക്കെ അത്ര ലിബറൽ അല്ലാത്ത മുസ്ലിം മതവിശ്വാസികൾ മുഴുവൻ റിനീഷ എന്ന് പറയുന്നത് ഇവർ എതിർക്കുന്നതാണ്. പക്ഷെ റിനീഷയുടെ അഭിപ്രായ പ്രകാരം ഇവരിതിനൊന്നും ഇത്തരം എതിർപ്പുകളൊന്നും ഫോളോ ചെയ്യുന്നില്ല. അത് നമ്മൾ ഈ അടുത്ത കാലത്തായിട്ട് നോക്കുകയാണെങ്കിൽ പുത്തനായിട്ടുള്ള ആളുകൾ, പുത്തൻ കുട്ടികൾ ഇത്തരം എന്താ പറയുക മതശാസനകളൊന്നും അത്ര കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ താല്പര്യമില്ലാത്ത ആളുകളാണ് എനിക്ക് തോന്നിയിട്ടുണ്ടോ. അത് ഹിന്ദു മതത്തിലായാലും മുസ്ലിം മതത്തിലായാലും ക്രിസ്ത്യൻ മതത്തിലായാലും ഇത്തരം ശാസനകളൊന്നും ഫോളോ ചെയ്യാൻ ഇവർക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അവരവരെ വഴിക്ക് ജീവിക്കുന്നു. ഞങ്ങൾ നിങ്ങളെ കാര്യത്തിൽ ഇടപെടുന്നില്ല, നിങ്ങൾ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടണ്ട എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ്. എന്തായാലും ഇതിന് താഴെ ഇവർക്കെതിരെ ഗംഭീരമായിട്ടുള്ള സംഗതികളുണ്ട്. ഇത് ചില ആളുകളൊക്കെ എടുത്ത് ഉപയോഗിക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഉപയോഗിക്കുന്നു പറഞ്ഞുതരാം. നോക്ക്, കണ്ടില്ലേ? എങ്ങനെയൊക്കെ പോയാലും മുസ്ലിങ്ങൾ തന്നെയാണ്. അവരവരുടെ കാര്യങ്ങൾ തന്നെ കൃത്യമായിട്ട് കൊണ്ടുപോകും. അവരിൽ നിന്ന് ഒരാൾ പോലും ഇപ്പുറത്തേക്ക് വരാനോ നമ്മുടെ ഹിന്ദു മതത്തിന്റെ ആചാരങ്ങൾ ഫോളോ ചെയ്യാനോ അവർ സമ്മതിക്കില്ല എന്ന ഒരു സംസാരം ഇതിന്റെ ഭാഗമായിട്ട് അപ്പുറത്ത് നടക്കുന്നുണ്ട്. വേറൊരു സംസാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ മുസ്ലിമായ നീ എന്തിനാണ് അപ്പുറം പോയിട്ട് ആ ഒരു ആചാരത്തിന് അപമാനിക്കാൻ പോകുന്നത്, ഹിന്ദു മതത്തെ അപമാനിക്കാൻ പോകുന്നത് എന്നീ പറയുന്ന രീതിയിലുള്ള വർത്തമാനങ്ങൾ നടക്കുന്നുണ്ട് അർത്ഥം. ഇതിൻ്റെയൊക്കെ ആകെ തുക വരുന്ന വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ വരും തോറും മുസ്ലിം മതം വളരെ പക്ക റിജിഡ് ആണെന്നും അവരൊരിക്കലും അടുപ്പിക്കാൻ പറ്റാത്തൊരു ടീമാണെന്ന് പറയുന്ന ഒരു വർത്തമാനം, ഒരു ചിത്രം ഇവിടെ BJP-കാരും RSS-കാരൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവർക്ക് തീയിട്ട് കൊടുക്കുന്ന, അവർക്ക് ഇങ്ങനെ അരിയൊക്കെ ഇട്ട് കൊടുക്കുന്ന ഏർപ്പാടായിട്ടാണ് എനിക്ക് ഇപ്പോൾ റെനീഷിന് നേരെയുള്ള ഈ ഒരു ആക്രമണം തോന്നിപ്പോകുന്നത്. അവരെ അതിൻ്റെ വഴിക്ക് അവരങ്ങനെയാണ് ജീവിക്കുന്നത്, അങ്ങനെ ജീവിച്ചോട്ടെ എന്നങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ചർച്ചകൾക്കൊന്നും ഒരു വഴിയുമില്ലാതെ ആകാമായിരുന്നു. എനിക്ക് തന്നെ ഇങ്ങനത്തെ ഒരു വീഡിയോ ഇടേണ്ട ഒരാവശ്യമില്ലാമായിരുന്നു. എന്തായാലും വലിയ പ്രശ്നങ്ങളൊക്കെ ഇല്ലാണ്ടിരിക്കാൻ നല്ലത് അവരവരുടെയൊക്കെ വിശ്വാസമായിട്ടൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നതാണ് എന്ന് തോന്നിപ്പോകുന്നു. നിങ്ങൾക്കോ? ബൈ.